ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിപ്പൊടിയും വേറെ കുറച്ച് ചേരുവകളും കൂടി ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. ഞാനിപ്പോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും അതിന്റെ കൂടെ ഒരു ചട്നിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പില് 1 കപ്പ് സാധാരണ വറുത്ത അരിപ്പൊടി. അതിപ്പോ ഏത് ടൈപ്പ് അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പുട്ടുപൊടി എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് മുറിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി ക്യാരറ്റ് നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർക്കണ എല്ലാ പച്ചക്കറികളും നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. പിന്നെ ഞാനൊരു എന്താ പറയുക, ഒരു മീഡിയം ക്യാപ്സിക്കത്തിന്റെ ഒരു 1/4 ഭാഗം ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതും മുറിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് കളർ ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മുറിച്ചതും ചേർക്കാം. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ പുഴുങ്ങിയതാണ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പുഴുങ്ങിയതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈവച്ചോ എങ്ങനെയായാലും കുഴപ്പമില്ല, ഒന്ന് മാഷായിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ പുഴുങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നല്ല പോലെ തന്നെ അത് മാഷായിട്ട് വന്നിട്ട്. എന്നാൽ കംപ്ലീറ്റ് അങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കണമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ തന്നെ മതി കേട്ടോ. ഇനി അതും കൂടി നമുക്ക് ഈ ഒരു പച്ചക്കറികളുടെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം മല്ലിയില മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് തൈര്. ഇതിപ്പോൾ ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ ചേർക്കണത്. തൈര് ചേർക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വരിക. തൈരിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് ഉപയോഗിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് തൈര് തന്നെയാണ് കേട്ടോ. തൈര് ചേർക്കുമ്പോഴാണ് ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരിക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു തിക്ക് ബാറ്റർ ആയിട്ടാണ് മാറ്റിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോണത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ നമ്മളൊരു ബാറ്റർ ആക്കി മാറ്റിയെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോ കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു റെസിപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ പച്ചക്കറികളൊക്കെ ചേർക്കണ കാരണം ഇത് നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ. തൈര് ചേർക്കുമ്പോഴാണ് ആ ഒരു പുളിച്ച ആ ഒരു ടേസ്റ്റ് വരിക. അതായത് ഇപ്പൊ നമ്മള് ദോശമാവൊക്കെ ഫെർമെന്റ് ചെയ്ത് എടുക്കില്ലേ, അപ്പൊ അതുപോലുള്ള ഒരു ടേസ്റ്റ് വരും ചെറുതായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അപ്പൊ നാരങ്ങ നീര് ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല, പക്ഷെ കുറച്ച് പുളി വരും. എങ്ങാനും നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായി പോവാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും അതിനനുസരിച്ച് ബാക്കി ചേരുവകളും ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ വന്നോളും. പക്ഷെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയോ ഉണ്ടാക്കി വരുമ്പോഴേ. അപ്പൊ കണ്ടില്ലേ, ഇതൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത് കറക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. ഇനിയിപ്പോ നമ്മളിതൊരു 15 മിനിറ്റിന് ശേഷമാണ് തയ്യാറാക്കി എടുക്കണുള്ളൂ. അപ്പൊ അടച്ചു വെക്കണം. ഞാനിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉണ്ടാക്കാം, പക്ഷെ 15 മിനിറ്റ് കഴിഞ്ഞ് തയ്യാറാക്കുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നി തയ്യാറാക്കാം. ഒരു കോക്കനട്ട് ചട്നിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരുകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോ 1 കപ്പ് നാളികേരം ചെരുകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടി വറുത്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല അതും കൂടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയൊക്കെ ഈ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചട്നി ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്
ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പക്ഷെ അത്യാവശ്യം എരിവുണ്ടാകുമ്പോഴായിരിക്കും ഈ ഒരു ചട്നി ടേസ്റ്റി ആയിട്ട് വരിക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, അപ്പോൾ പിന്നെ ഇതൊന്നും കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക, അതിനുശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതൊരു ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കണ്ട, അപ്പോൾ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം ഇതിലേക്ക്. അപ്പോൾ അതിനി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണയാണെങ്കിലും നല്ലത് തന്നെയാണ്. അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് ഒരിക്കലും ഇതിലേക്ക് ചട്നി ഒഴിച്ചിട്ട് തിളപ്പിച്ച് കൊടുക്കരുത്. കാരണം ഇത് പൊട്ടുകടലായ കാരണേ നമ്മളിത് എന്താ പറയുക, ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിക്കായിട്ട് മാറും. അപ്പോൾ അതത്രയ്ക്ക് കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഡയറക്റ്റ് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. കോക്കനറ്റും ബ്ലെൻഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഇപ്പോൾ ചേർക്കണത്. പക്ഷെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അവസാനം ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു 2 നുള്ളു, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. അതിനേക്കാളും കൂടുതൽ ചേർക്കണ്ട. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് വരിക. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഒരു ഭാഗത്തൊന്നും ആയിട്ട് അങ്ങനെ നിൽക്കരുത്. എല്ലാ ഭാഗത്തേക്കും, അതായത് ഈ ഒരു ബാറ്ററിന്റെ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് തന്നെ ബേക്കിംഗ് സോഡ മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. സാധാരണ എന്തെങ്കിലും ദോശത്തവയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഈ പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പാനിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവുന്നുണ്ട്. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കണ ആ സെയിം രീതിയിൽ തന്നെ. ഇനി ഈ ബാറ്റർ ഞാനിപ്പോൾ ഒരു തവി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒരുപാട് അങ്ങോട്ട് പരത്തിയെടുക്കണ്ട. അതായത് ഒരുപാട് കട്ടിയിലല്ല, എന്നാലും ചെറിയൊരു കട്ടിയിൽ. കാരണം പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ചെറിയൊരു കട്ടിയിലായിരിക്കും ഇരിക്കുക. ചെറുതായിട്ടൊന്ന് മാത്രം പരത്തി കൊടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഒരുപാടൊന്നും പരത്തിയെടുക്കണില്ല, ഇത് മതി. ഇപ്പൊ കണ്ടില്ലേ, ഹോൾസ് ഒക്കെ വരുന്നത് കണ്ടില്ലേ. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത കാരണമാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ വെക്കും ചെയ്തല്ലോ ബാറ്ററൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്, അതായത് എള്ളെണ്ണ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അധികം സമയമൊന്നും എടുക്കില്ല. അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് വരിക കേട്ടോ. പക്ഷെ തണുത്താലും കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റ് തന്നെ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ചട്നിയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ കറികളുടെ കൂടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരും. നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. നമുക്കിപ്പോൾ വെജ് കറികളോ അല്ലെങ്കിൽ നോൺ വെജ് കറികളോ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇനി ഇതിപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
തിരിച്ചിട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ ചോയ്സാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടാ. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയതിന് ശേഷം ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്കും നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കുക. ഇൻസ്റ്റന്റ് ആയ കാരണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ദോശ ബാറ്റർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എളുപ്പമാണ്, ടേസ്റ്റിയാണ്. കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ തണുത്താലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും. എളുപ്പത്തിൽ തയ്യാറാക്കാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ ചട്നിയുടെ കൂടെ ഇത് നമുക്ക് കഴിക്കാം. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടാ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് ഷെയർ ചെയ്തോളാം. അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.